അനീഷിൻ്റെയും അനുമോളുടെയും വിഷയമാണ് ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഷാനവാസ് പറഞ്ഞു, അനീഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിൻ്റെ പെരുമാറ്റം കൊണ്ടാണ് എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയത് എന്ന്. അവളുടെ പെരുമാറ്റങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് പ്രണയം തോന്നുന്ന വിധത്തിലാണ് അവൾ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇത് ശരിവെച്ചുകൊണ്ടായിരുന്നു ഷൈത്യയും ആദിലയും നൂറയും സംസാരിച്ചു കൊണ്ടിരുന്നത്. ഷൈത്യ പിന്നെ പുറത്തുനിന്ന് കളി കണ്ടുവന്ന ഒരു വ്യക്തി കൂടിയായിരുന്നല്ലോ. ഷൈത്യയും പറഞ്ഞു ആ പുള്ളിക്കാരനെ അവളിട്ട് വട്ടാക്കുകയായിരുന്നു എന്ന്. ആദിലയും നൂറയും പറഞ്ഞു ആ കാർ ടാസ്കിലെല്ലാം അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. വെള്ളമുടികൾ പറിച്ചു കൊടുക്കുന്നു. നൂറയുടെ കൈയൊന്ന് അനീഷേട്ടൻ്റെ തോളിൽ വന്ന് വീണപ്പോൾ ആ കൈയെടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുകയായിരുന്നു അവൾ. ഷൈത്യ അപ്പോൾ പറഞ്ഞു അനുമോൾ ഇറങ്ങുകയാണെങ്കിൽ അനീഷും ആ സമയം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു അനീഷിന് ഒരു പ്രണയം തോന്നിയത് അവൻ അവളോട് പറഞ്ഞു. ആ സമയം സത്യം പറഞ്ഞാൽ അവൾ എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അവളുടെ ആ വീഡിയോ കണ്ടില്ലേ? ശരിക്കും അവൾക്ക് അങ്ങനെ ഒരു താല്പര്യവും ഇഷ്ടവും ഇല്ലെങ്കിൽ ആ നിമിഷം തന്നെ അനീഷിനോട് ഇല്ല ചേട്ടാ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇനി അങ്ങനെ തോന്നുകയുമില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. അത് അവളും അനീഷും മാത്രം സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞ് അതൊരു ചർച്ചയ്ക്കിട്ട് അത് വളരെ വൈറലാകണമെന്ന് അവളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ആദിലയോടും നൂറയോടും അത് കഴിഞ്ഞ് എന്നോടും പറഞ്ഞു. പിന്നെ ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യണമെന്നുള്ളത് അവൾ ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടാണ് എല്ലാ ക്യാമറയിലും പോയി അവൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഷാനവാസ് പറഞ്ഞു ആ ചെറുക്കനെ അവൾ വട്ടം കറക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കാരണം അവനൊരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇനിയൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനുമോളുടെ പ്രവൃത്തിയിലൂടെ അവൻക്ക് പ്രണയം തോന്നിക്കാണും. അത് അവൻ പറഞ്ഞു. അത് ഇവൾ ഇങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടു നടന്നു. ഇതൊക്കെ വളരെ നിസ്സാരമായി സംസാരിച്ച് തീർക്കാവുന്ന ഒരു കാര്യമാണ് അവൾ ഇങ്ങനെ പറഞ്ഞ് അതിനെ നശിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ ആദില പറഞ്ഞു ഞങ്ങളും ഒരുപാട് തവണ അവളോട് പറഞ്ഞതാണ് പോയി സംസാരിക്കുക, ബ്രദറെ പോലെയാണ് കണ്ടത് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ ഞാൻ മുഖത്ത് നോക്കി പറയില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെയായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെന്തോ ഞങ്ങൾ അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് അവളുടെ പെരുമാറ്റമുണ്ടായിരുന്നത്. അവൾക്ക് പറയാമായിരുന്നു അനീഷേട്ടനോട് നേരത്തെ തന്നെ. അത് ഇങ്ങനെ വലിച്ചു നീട്ടിയതും അവൾ തന്നെയായിരുന്നു. ആ സമയം അവൾ നന്നായി തന്നെ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അനീഷേട്ടനെ സഹോദരനെ പോലെയാണ് കാണുന്നത് എന്ന് അവൾ പോയി പറഞ്ഞത്. പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു കണ്ടന്റ് നൽകുവാനാണ് അവൾ ആഗ്രഹിച്ചത് എന്ന് ഞങ്ങൾക്കും മനസ്സിലായി. അനീഷേട്ടന് അങ്ങനെയൊരു വികാരം തോന്നിയപ്പോൾ പുള്ളിക്കാരൻ അത് സ്ട്രെയിറ്റായി പറഞ്ഞു. ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വളരെ ധൈര്യപൂർവ്വമാണ് അനീഷ് അവളെ പ്രപ്പോസ് ചെയ്തത്. എന്നാൽ റിജക്റ്റ് ചെയ്യുവാൻ അവൾക്ക് ഒരു നിമിഷം മാത്രം മതി. എന്നാൽ അത് അവൾ ഒരു സ്ട്രാറ്റജിയാക്കി മാറ്റിയിട്ട് അതിലൂടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുവാനാണ് അവൾ ശ്രമിച്ചിട്ടുള്ളത്. അനുമോളുടെ ഈ ഒരു പ്രവൃത്തിയിൽ എല്ലാവർക്കും വളരെ മുഷിപ്പാണ് തോന്നിയിട്ടുള്ളത്. കൂടെ നിന്ന സുഹൃത്തുക്കൾ പോലും അത് പറയുകയാണ് ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് BBയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.